ഇതാ മടിയില്ലാത്ത വന്നിട്ടുണ്ട്. വളരെയേറെ സങ്കടകരമായ ഒരു കാര്യം പറയട്ടെ. ഞാൻ ഇപ്പൊ വന്നിട്ടുള്ളത് നമ്മളെ കാസർഗോഡ് ആദൂർ സ്വദേശിനി ചിന്നു പപ്പു എന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റാഗ്രാം ഒരു ഇൻഫ്ലുവൻസർ ജീവനെടുക്കി എന്ന് പറഞ്ഞ ഒരു വാർത്ത നമ്മളെല്ലാവരും കേട്ടതാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ നമ്മൾ ഈ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്നതും അതേപോലെ തന്നെ പുറമെ ചിരിച്ചുകൊണ്ട് ഈ ഒരു പെൺകുട്ടി ഏത് സമയത്തും ഫുള്ള് ഹാപ്പി ആയിട്ടാണ് വീഡിയോ ഇടാറ്. അതായത് വളരെ വ്യത്യസ്തമായ രീതിയിലായിരുന്നു ഓരോ കാര്യങ്ങളും ഓരോ വീഡിയോയിൽ അവതരിപ്പിക്കൽ. അപ്പോൾ എനിക്ക് പറയണമെന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കുന്നത് ഒന്നുമല്ല ജീവിതം. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്നത് സോഷ്യൽ മീഡിയയിൽ കാണുന്നത് ഒന്നുമല്ല ഓരോ ആൾക്കാരുടെ ജീവിതം. അവരുടെ ഉള്ളിൽ പല പ്രശ്നങ്ങൾ ഒതുക്കി വെച്ചിട്ടായിരിക്കും ഇവർ വീഡിയോ ചെയ്യുന്നതും മറ്റുള്ളവരുടെ മുമ്പിൽ നല്ല സന്തോഷവനായി നിൽക്കുന്നതും. പല ആൾക്കാർ പല പ്രശ്നത്തിന്റെ ഇടയിൽ ജീവിക്കുന്നവരാണ്. ഈ ഒരു പെൺകുട്ടി തന്നെ ഈ പെൺകുട്ടിന്റെ വീഡിയോ കാണാൻ തന്നെ ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമാണ്. കാരണം തുളുവിലായാലും കന്നഡത്തിലായാലും മലയാളത്തിലായാലും അവതരിപ്പിക്കുന്ന രീതി എപ്പോഴും നല്ല സന്തോഷത്തിലായിരിക്കും. കാരണം കാണാൻ തന്നെ ഒരുപാട് ആൾക്കാർക്ക് നല്ല ഇഷ്ടം കൂടിയാണ്. അപ്പൊ എനിക്ക് പറയാനെന്ന് വെച്ചാൽ ആത്മഹത്യ ഒന്നിനൊരു പരിഹാരമല്ല. ആത്മഹത്യ നമ്മൾ മനഃപൂർവ്വം ചെയ്യുന്നതായിരിക്കില്ല. കാരണം പല ഡിപ്രഷനും മാനസിക പ്രശ്നം കൊണ്ടായിരിക്കാം ഈ ആത്മഹത്യയിലേക്ക് അവസാനം എത്തുന്നത്. അപ്പൊ എനിക്ക് പറയാനുള്ള വെച്ചാൽ ആരും ആത്മഹത്യയൊന്നും ആ ഒരു ഭാഗം ചിന്തിക്കേ വേണ്ട. എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ജീവിക്കുക. ഈ ആത്മഹത്യ ചെയ്യാൻ കാണിക്കുന്ന ധൈര്യം ജീവിക്കാൻ വേണ്ടിയിട്ട് കാണിക്കാൻ തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ എന്താ വെച്ചാൽ ഈ ഒരു പെൺകുട്ടിന്റെ കുടുംബത്തിന് ദൈവം സമാധാനം നൽകട്ടെ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്.